ജസ്വന്ത് താഡയിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ നേരെ ഉമൈദ് ഭവൻ പാലസിലേക്ക് യാത്ര തിരിച്ചു. ജസ്വന്ത് താഡയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ ദൂരമുണ്ട് അവിടേക്ക്. സമയം ഏകദേശം 12 മണിയായി. ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് സ്ഥലത്തെത്തി. 160 രൂപയാണ് ഓട്ടോ ചാർജ് ആയത്. കൊട്ടാരത്തിലെത്തി 100 രൂപയുടെ എൻട്രി ടിക്കറ്റുകൾ എടുത്ത് ഞങ്ങൾ ആകാംക്ഷയോടെ അകത്തേക്ക് കയറി. ഇതാണ് ഉമൈദ് ഭവൻ പാലസ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വകാര്യ വസതികളിൽ ഒന്നാണിത്. 1929 1943 ഇടയിൽ നിർമ്മിച്ച ഈ കൊട്ടാരം അംബർ സാൻഡ് സ്റ്റോൺ ഉപയോഗിച്ച് നിർമ്മിച്ച അതിമനോഹരമായ ഒരു വാസ്തുവിദ്യാ അത്ഭുതമാണ്. ഏകദേശം 26 ഏക്കറിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു കൊട്ടാരം. ഇതിലൊരു ഭാഗം ഇപ്പോഴും ജോധ്പൂർ രാജകുടുംബത്തിന്റെ വസതിയാണ്. ബാക്കി ഭാഗം താജ് ഹെറിറ്റേജ് ഹോട്ടലായും മ്യൂസിയമായും പ്രവർത്തിക്കുന്നു. മ്യൂസിയത്തിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മെ സ്വാഗതം ചെയ്യുന്നത് രാജകുടുംബത്തിന്റെ ചരിത്രം പറയുന്ന മനോഹരമായ ഈ ചിത്രപ്പണികളാണ്. തൊട്ടടുത്ത് തന്നെ കൊട്ടാരത്തിന്റെ ഒരു മിനിയേച്ചർ രൂപവും കാണാം. ഇതിലൂടെ 347ഓളം മുറികളുള്ള ഈ വലിയ കൊട്ടാരത്തിന്റെ പൂർണ്ണരൂപം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കൗതുകം ജനിപ്പിക്കുന്ന പഴയകാല പൂട്ടുകളും താക്കോലുകളും മറ്റു സുരക്ഷാ സംവിധാനങ്ങളും ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചു. രാജാക്കന്മാർക്ക് കുതിരയോട്ടത്തോടും പോളോ കളിയോടുമുള്ള താല്പര്യം വ്യക്തമാക്കുന്ന ചിത്രങ്ങളും അവർ നേടിയെടുത്ത ട്രോഫികളും കപ്പുകളും ഇവിടെ മനോഹരമായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ട്രെയിനിന്റെയും വിമാനത്തിന്റെയും കാറ്റാടി യന്ത്രത്തിന്റെയും എല്ലാം രൂപത്തിലുള്ള അപൂർവമായ ക്ലോക്കുകൾ ഇന്നും കൃത്യമായി പ്രവർത്തിക്കുന്നതായി ഇവിടെ കാണാം. വിന്റേജ് കാറുകളുടെ ഒരു ശേഖരവും ഇവിടെയുണ്ട്. റാഥോർ രാജവംശത്തിന്റെ നല്ല ഭരണകാലത്തിന് ശേഷം വരൾച്ചയുടെ കാലം വരും എന്ന ഒരു സന്യാസി ശാപവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഈ പാലസിന്റെ നിർമ്മാണ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ശാപം പോലെ തന്നെ വരൾച്ച വരികയും കൃഷി നശിക്കുകയും ചെയ്തു. ജോലി നൽകണമെന്ന് സഹായം അഭ്യർത്ഥിച്ച കർഷകരെ സഹായിക്കാൻ ഈ കൊട്ടാരം പണിയാൻ രാജാവ് തീരുമാനിക്കുകയായിരുന്നത്രേ. ഏകദേശം 11 മില്യൺ ഇന്ത്യൻ രൂപയാണ് ഇതിന്റെ നിർമ്മാണ ചെലവായി കണക്കാക്കപ്പെടുന്നത്. 1943 ഇതിന്റെ നിർമ്മാണം പൂർത്തിയായത്. സിമെന്റിന് പകരം മണൽക്കല്ലുകൾ ഇന്റർലോക്കിംഗ് ചെയ്ത രീതിയിലാണ് ഇത് പണിതിട്ടുള്ളത്. ഈ മണൽക്കല്ലുകളിൽ വെയിലേൽക്കുമ്പോൾ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന ഈ കൊട്ടാരം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. തൊഴിലാളികളുടെ കഴിവും അർപ്പണബോധവും വിളിച്ചോതുന്ന ഇൻഡോ വെസ്റ്റേൺ വാസ്തുവിദ്യയിൽ പണിത ബൃഹത്തായൊരു കൊട്ടാരം ഉമൈദ് ഭവൻ പാലസ്.
ഉമൈദ് ഭവനിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ സന്ദർശിച്ച പഞ്ചകുണ്ട് ഛത്രിയിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങളുടെ രാജസ്ഥാൻ യാത്രകൾ തുടരുകയാണ്.